കാറ് പാർക്ക് ചെയ്തതിനെ ചൊല്ലി കടയിലെ ജീവനക്കാരനെ മർദ്ദിച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ. അഭിജിത്ത്, റെബിൻ എന്നിവർക്ക് മർദ്ദനമേറ്റു. പോത്തൻകോട് കോൺഗ്രസ് പ്രാദേശിക നേതാവ് ദുബായ് നൌഷാദിന്റെ നേതൃത്വത്തിലായിരുന്നു മർദ്ദനത്തിന്റെ CCTV ദൃശ്യങ്ങൾ കൈരളി ന്യൂസിന് നൃപൻ ചേരുകയാണ്. നൃപൻ, വിശദാംശങ്ങൾ. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് ഇങ്ങനെ ഒരു ക്രൂരമർദ്ദനം പോത്തൻകോട് ഉണ്ടായത്. പോത്തൻകോട് ഒരു വസ്ത്ര കടയിൽ, ഒരു തുണിക്കടയിൽ ജോലി ചെയ്തു വരികയായിരുന്നു അവിടുത്തെ തൈക്കാട് സ്വദേശിയായിട്ടുള്ള അഭിജിത്ത്, ഒപ്പം തന്നെ പോത്തൻകോട് സ്വദേശിയായിട്ടുള്ള റെബിൻ എന്ന ഈ 2 ചെറുപ്പക്കാർ. ആ കടയുടെ മുന്നിൽ ഈ നൌഷാദും ഒപ്പം തന്നെ കോൺഗ്രസിന്റെ പ്രാദേശിക പ്രവർത്തകരും ചേർന്ന ഒരു വാഹനം കൊണ്ട് കടയ്ക്ക് മുന്നിൽ മറച്ചിട്ടു എന്നതാണ് ആ കടയുടെ ഉടമയടക്കമുള്ളവർ പറയുന്നത്. അത് ഈ 2 പേരും 2 ചെറുപ്പക്കാരും അവിടെ നിന്ന് വാഹനം മാറ്റിയിടണമെന്ന് നൌഷാദിനോട് ആവശ്യപ്പെട്ടു. തുടർന്ന് നൌഷാദും ഇവരും തമ്മിൽ വാക്കേറ്റമായി. ആദ്യം ഘട്ടത്തിൽ ഇതിൽ ഒരു ചെറുപ്പക്കാരനെ അതിക്രൂരമായി മർദ്ദിച്ചു. പിടിച്ച് മാറ്റുന്നതിന് പോയ അഭിജിത്തിനെ രണ്ടാമത് സംഘം ചേർന്ന് വളഞ്ഞിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം പ്രേക്ഷകർ കാണുന്നത്. അതിൽ വെള്ള വസ്ത്രം ധരിച്ച, ഖദർ വസ്ത്രം ധരിച്ച ആളാണ് ഈ നൌഷാദ് എന്ന് പറയുന്നയാൾ. ഇയാൾ ഈ കോൺഗ്രസിന്റെ പ്രാദേശിക നേതാവാണ്, ഒപ്പം തന്നെ അവിടുത്തെ റിയൽ എസ്റ്റേറ്റിന്റെ പ്രധാനപ്പെട്ട മാഫിയാണ്. മുമ്പ് ഒരു കച്ചവട സ്ഥാപനം, ഒരു ഹോട്ടൽ എടുത്തു നടത്തുകയും ആ ഹോട്ടലിലെ കരാർ ലംഘിച്ചുകൊണ്ട് അതിന്റെ ഉടമയ്ക്ക് നൽകാതെ വലിയ തരത്തിലുള്ള സംഘർഷമൊക്കെ ഇയാൾ അവിടെ സൃഷ്ടിച്ചിരുന്നു. നിരന്തരമായി കോൺഗ്രസിന്റെ പേര് പറഞ്ഞുകൊണ്ട്, അധികാരം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരെ ആക്രമിക്കുകയും ഇത്തരത്തിൽ സംഘം ചേർന്ന് ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഈ നൌഷാദിന്റെ സ്ഥിരം ശൈലിയാണ് എന്നതാണ് പ്രാദേശികമായി ലഭിക്കുന്ന വിവരം. അതിക്രൂരമായിട്ടാണ് 2-3 തവണകളായിട്ടാണ് ഈ നൌഷാദ് ഈ 2 ചെറുപ്പക്കാരെയും, അഭിജിത്തിനെയും റെബിനെയും മർദ്ദിക്കുന്നത്. തുടർന്ന് ഗുരുതരമായി പരിക്കേറ്റ ഇവർ 2 പേരും പോത്തൻകോട് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്ത് കേസ് എടുത്തിട്ടുണ്ട്. ഇയാൾ നേരത്തെ തന്നെ കഴക്കൂട്ടത്തിലെ മുൻ MLA ആയിട്ടുള്ള MA വാഹിദിന്റെ സന്തത സഹചാരിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രത്യേക ടീമിൽ അംഗമായി പ്രവർത്തിച്ച ഒരാൾ കൂടിയാണ്. നിരന്തരം പ്രശ്നങ്ങൾ സൃഷ്ടിച്ചിരുന്ന ഒരാളാണ്. കഴിഞ്ഞ 10 വർഷക്കാലം ഭരണമില്ലാത്തതുകൊണ്ട് മാത്രം ഇയാൾ അവിടെ ആ രംഗത്ത് സജീവമല്ലായിരുന്നു. പക്ഷെ വീണ്ടും കോൺഗ്രസ് അധികാരത്തിലെത്തിയ ശേഷം ആ പ്രദേശത്ത് ദുബായ് നൌഷാദ് എന്നറിയപ്പെടുന്ന ഈ നൌഷാദ് സംഘർഷം സൃഷ്ടിക്കുന്നു, ഗുണ്ടായിസം നടത്തുന്നു. ചോദ്യം ചെയ്യുന്ന ചെറുപ്പക്കാരെയും ഇത്തരത്തിലെ കടയിലെ ജീവനക്കാരെയൊക്കെ നിരന്തരം മർദ്ദിക്കുന്നത് പതിവാകുന്നു എന്നതാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇയാൾക്ക് കോൺഗ്രസിന്റെ പ്രാദേശികമായിട്ടുള്ള നേതാവാണ്, അവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്ന ഒരാൾ കൂടിയാണ്. 2 പേരെയും വളഞ്ഞിട്ട് നൌഷാദ് മർദ്ദിക്കുന്ന, അതിക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് ഈ നിമിഷം കൈരളി ന്യൂസ് പുറത്തുവിടുന്നത്. ഷമ്മി. തീർച്ചയായും നൃപൻ, അധികാരത്തിന്റെ ഒരു ഹുങ്ക് കോൺഗ്രസ് പ്രാദേശിക നേതാക്കളിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ കാറ് പാർക്ക് ചെയ്തു എന്നുള്ള ഒറ്റ വിഷയത്തിന്റെ പുറത്താണോ, അതോ മറ്റേതെങ്കിലും കാരണങ്ങളോ ഉണ്ടോ നൃപൻ? ഈ 2 പേരും, അതായത് തൈക്കാട് സ്വദേശി അഭിജിത്തും പോത്തൻകോട് സ്വദേശി റെബിനും അവിടുത്തെ ജീവനക്കാരാണ്. ഇവരുമായി ഏതെങ്കിലും തരത്തിലുള്ള മുൻ വൈരാഗ്യമോ മുൻ പരിചയമോ ഒന്നുമുള്ള ആളല്ല ഈ നൌഷാദ്. ആ കടയുടെ മുന്നിൽ ആദ്യം കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്യുന്നു. ഒപ്പം തന്നെ അവിടെ അദ്ദേഹത്തിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ ടീമിലുള്ള പ്രവർത്തകരും റിയൽ എസ്റ്റേറ്റിന്റെ ചില സംഘങ്ങളും ഗുണ്ടകളും ഒക്കെ തന്നെ ഈ ദുബായ് നൌഷാദിനൊപ്പം ഉണ്ടായിരുന്നു. അപ്പോ കട മറഞ്ഞ് കിടക്കുകയാണ്. കടയുടെ നടുക്കിൽ നിന്ന് എൻട്രൻസിന്റെ ഭാഗത്ത് നിന്ന് കാർ മാറ്റിയിടുമെന്ന് ആദ്യം ഈ 2 ചെറുപ്പക്കാരും ഈ വാഹനം ഓടിച്ചിരുന്ന ആളോട് പറഞ്ഞു. അത് നൌഷാദ് കേൾക്കുന്നു. അത് മാറ്റിയിടില്ല എന്ന തരത്തിൽ വാക്കേറ്റമാകുന്നു. അവർ നിർബന്ധപൂർവ്വം മാറ്റിയിടണം എന്ന് ആവശ്യപ്പെടുന്നു. തുടർന്നാണ് വാക്കേറ്റം ഉണ്ടാകുന്നത്. അപ്പോഴേക്കും നൌഷാദ് വാഹനത്തിൽ നിന്ന് പുറത്തിറങ്ങി അടി ആരംഭിക്കുന്നു, മർദ്ദനം ആരംഭിക്കുന്നു. ഈ പറയുന്ന ചെറുപ്പക്കാരെ ഷർട്ടിന്റെ ഷോൾഡറിൽ ഇങ്ങനെ വലിച്ചു പിടിച്ചു വച്ച ശേഷം വിടാതെ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങളാണ് CCTV ദൃശ്യങ്ങളിൽ നിന്ന് ലഭിച്ചത്. കടയുടെ മുൻഭാഗത്തുള്ള CCTV ദൃശ്യങ്ങൾ പോലീസിന് കട ഉടമ തന്നെ കൈമാറിയിട്ടുണ്ട്. ഇയാൾ ആ പ്രദേശത്ത് വാഹനം പാർക്ക് ചെയ്ത് റോഡിന്റെ പല ഭാഗത്തിരുന്ന് മദ്യപിക്കുന്ന പതിവുണ്ട്. ഇത് ചോദ്യം ചെയ്യുന്ന ആൾക്കാരെയും സ്ഥിരമായി ഇയാൾ ആക്രമിക്കാറുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. അത് നേരത്തെ ഷമി സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ ഈ MA വാഹിദിന്റെ ഒപ്പം തന്നെ അദ്ദേഹത്തിന്റെ സംഘത്തിൽ പ്രവർത്തിച്ച് മുമ്പ് പലതരത്തിലുള്ള ഗുണ്ടാപ്പണി ഈ നൌഷാദ് നടത്തിയിട്ടുണ്ട്. അധികാരം കോൺഗ്രസ് പോയ ശേഷം ഇടയ്ക്ക് ഇയാൾ ദുബായിലേക്ക് പോയി. അവിടെ നിന്ന് തിരിച്ചെത്തി, അധികാരത്തിൽ വന്ന ശേഷം തിരിച്ചെത്തിയപ്പോൾ ഹോട്ടൽ പ്രവർത്തനങ്ങളൊക്കെ അവിടെ ഈ പോത്തൻകോട് ഭാഗത്ത് പ്രവർത്തിച്ചു വരികയായിരുന്നു. അവിടെയും തർക്കമുണ്ടായി. കട ഉടമയ്ക്ക് കട വിട്ടുകൊടുക്കാതെ അയാൾ കോടതിയിലൊക്കെ പോയി. അങ്ങനെ
സ്ഥിരം ആ പ്രദേശത്ത് ഒരു ജനങ്ങളെ ഉപദ്രവിക്കുകയും നാട്ടുകാരെ മർദ്ദിക്കുകയൊക്കെ ചെയ്യുന്ന നേതാവാണ്. ഇപ്പോൾ കോൺഗ്രസ് അധികാരത്തിൽ വന്നതിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ് പോലീസ് ഒരു തരത്തിലുള്ള നടപടിയെടുക്കില്ല എന്നതടക്കം ആക്രോശിച്ചുകൊണ്ടാണ് ഈ രണ്ട് ജീവനക്കാരെയും അതിക്രൂരമായി മർദ്ദിച്ചത് എന്നതാണ്. പക്ഷേ CCTV ദൃശ്യങ്ങൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് തുടർ നടപടി ആരംഭിച്ചിട്ടുണ്ട്. പോലീസിന്റെ മേൽ ശക്തമായ സമ്മർദ്ദം പ്രാദേശികമായിട്ടുള്ളതും ജില്ലയിലുള്ള കോൺഗ്രസ് നേതാക്കളും ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന തരത്തിലുള്ള വിവരങ്ങളും കൂടി കട ഉടമയും ജീവനക്കാരും പറയുന്നുണ്ട്. തങ്ങൾക്ക് നീതി വേണം, അതുകൊണ്ട് ഏതറ്റം വരെ പോകും. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട തെളിവാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഈ കുറ്റക്കാരനെ സംരക്ഷിക്കരുത് എന്നാണ് കട ഉടമയും ഒപ്പം തന്നെ മർദ്ദനത്തിൽ പങ്കെടുത്ത പരിക്കേറ്റ അഭിജിത്തും ഒപ്പം തന്നെ ഈ റെബിനും പറയുന്നത്. ഷമ്മി. തിരുവനന്തപുരത്ത് പ്രാദേശിക കോൺഗ്രസ് നേതാവിന്റെ ഗുണ്ടായിസം നൃപനാണ് വിശദാംശങ്ങൾ നൽകിയത്.